പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിനമാണ് ഇന്ന് ഹാജിമാരെല്ലാവരും നാട്ടിലേക്ക് മടങ്ങുന്നവരുണ്ട്, നേരെ മദീനക്ക് പോകുന്നു. ചില ആളുകൾ സിയാറത്ത് ചെയ്തിട്ടുണ്ടാവില്ല, മദീനയിൽ പോയി സിയാറത്തൊക്കെ സന്ദർശനമൊക്കെ നടത്തി ഉഹുദും അതുപോലെ മറ്റു പള്ളികളൊക്കെ സന്ദർശിച്ച് മറ്റ് സ്ഥലങ്ങളൊക്കെ ചരിത്ര പ്രസിദ്ധമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. അതൊക്കെ കണ്ടിട്ട് സമാധാനത്തിൽ നാട്ടിലേക്ക് മടങ്ങുന്നവരുണ്ട്. അപ്പോൾ എന്തുമാവട്ടെ, ഹാജിമാരെല്ലാവരും നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് അവരുടെ ഉമ്മ അവരെ പ്രസവിച്ച സമയത്ത് എത്രമാത്രം ശുദ്ധ പ്രകൃതിയായിരുന്നു അതുപോലെയാണ് അവർ വരുന്നത്. അപ്പോൾ അവരൊക്കെ പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നാട്ടിലുള്ള നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരായി മാറാൻ പാടില്ല. അതിന് ഇന്നത്തെ ദിവസം തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് സയ്യിദുൽ ഇസ്തിഗ്ഫാർ അറിയാം. ഉസ്താദെ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഞങ്ങൾ കേട്ടിട്ടുണ്ടോ, ഞങ്ങൾക്കറിയാം, അതിപ്പോൾ പറയേണ്ട കാര്യമുണ്ടോ? പക്ഷെ നമുക്കറിയാം, പക്ഷെ നമ്മൾ ആരും ചൊല്ലുന്നില്ല. അത് ഭയങ്കര നീളം കൂടിയതാണ്, ഒരുപാട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആരും അത് ചെല്ലാറില്ല. പാപം പൊറുപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അത് ഇസ്തിഗ്ഫാർ പറയലാണ്. പ്രത്യേകിച്ച് ഇസ്തിഗ്ഫാറുകളുടെ നേതാവാകുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറയലാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇൻഷാ അല്ലാഹ് ഇവിടെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്താണെന്നും അതെപ്പോഴാണ് പറയേണ്ടതെന്നും അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം എന്താണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് പറയാം. ഇന്നു മുതൽ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം മുതൽ നിങ്ങൾ എല്ലാവരും ഈ സ്ക്രീൻഷോട്ട് എടുത്ത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ വെക്കണം, അല്ലെങ്കിൽ പേപ്പറിൽ എഴുതി വെക്കണം. അത് ചെയ്താൽ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് ദുആ എന്നാൽ ആ ദുആ ഉറപ്പാണ് സ്വീകരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അതിൻ്റെ നേട്ടം, അതിൻ്റെ പ്രതിഫലം എല്ലാം നമുക്ക് മനസ്സിലാക്കാം. നമ്മളും പാപങ്ങൾ പൊറുത്തവരായി മാറണം. അതിന് ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാറേ നമുക്ക് പറ്റുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സയ്യിദുൽ ഇസ്തിഗ്ഫാറിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവരും നല്ലതുപോലെ വീഡിയോ കാണണേ, നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ. ഇത് വലിയൊരു പുണ്യ അമലാണ് എന്ന് മനസ്സിലാക്കണേ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. സ്നേഹ ആദരവുകൾ നിറഞ്ഞ പ്രിയം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിനത്തിൽ ആണ് നമ്മളുള്ളത്. അല്ലാഹു തആല ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ എല്ലാ ബറക്കത്തുകളും എല്ലാ നിഅമത്തുകളും എല്ലാവിധ സൗഭാഗ്യങ്ങളും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹാജിമാർ അൽഹംദുലില്ലാ അവരുടെ ഹജ്ജെല്ലാം നല്ല സന്തോഷത്തോടുകൂടി പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. പിന്നെ മദീനയിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അതുപോലെ മദീന സിയാറത്തും മറ്റ് പ്രദേശങ്ങളും ബദറും ഉഹുദും ഒക്കെ കണ്ടിട്ടാണ് ഇനി അവർ നാട്ടിലേക്ക് മടങ്ങുക. ചില ആളുകൾ നേരത്തെ പോയിട്ട് മദീനയിലേക്ക് ആദ്യം പോയി അവിടെ സിയാറത്തെല്ലാം കഴിഞ്ഞ് പിന്നെ ഹജ്ജ് കഴിഞ്ഞ് പിന്നെ നാട്ടിലേക്ക് മടങ്ങുന്ന ആളുകളാണ്. എന്തുമാവട്ടെ, നമ്മളെല്ലാവരും ഉള്ളത് ദുൽഹിജ്ജ മാസത്തിലാണ്. ഇന്നിപ്പോൾ ഏകദേശം ദുൽഹിജ്ജ മാസത്തിൻ്റെ പകുതി പിന്നിടുകയാണ്. ദുൽഹിജ്ജ മാസത്തിൻ്റെ പകുതി പിന്നിടുന്നു. ഇനി ഏകദാനം 2 ആഴ്ചകൾ മാത്രമാണ് ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ ഉണ്ടാവുക. പിന്നെ വരുന്നത് അടുത്ത വർഷമാണ്. അതായത് അറബി കലണ്ടർ പ്രകാരം 12ാമത്തെ മാസത്തിലാണ് നമ്മളുള്ളത്. ദുൽഹിജ്ജ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മുഹറം മാസമാണ്, പുതിയ വർഷമാണ്. പല ആളുകൾക്കും ഇപ്പോഴും മുഹറം അതൊക്കെ എന്താണ് സാധാ ഒരു അറബി മാസം എന്നതിനേക്കാൾ ഉപരിയായി മുഹറത്തിൻ്റെ പ്രത്യേകത ഒന്നും അറിയില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് ആ സമയത്ത് വിശദമായിട്ട് പറയാം. മുഹറം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പുതുവത്സരമാണ്. മുഹറം തൊട്ടാണ് അറബി കലണ്ടർ തുടങ്ങുന്നത്. മുഹറം, സഫർ, റബിയുൽ അവ്വൽ, റബിയുൽ ആഖിർ, ജമാദുൽ ഊല, ജമാദുൽ ഉഖ്റ, റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. അപ്പോൾ 12 മാസം. ഇത് നമ്മളിപ്പോൾ ഉള്ളത് ദുൽഹിജ്ജ മാസത്തിലാണ്. ഇനി മുഹറം വരാൻ പോകുന്നു. ഏതാനും 2 ആഴ്ച കൂടിയേ നമുക്ക് മുഹറം മാസത്തിലേക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മുഹറം മാസത്തിൻ്റെ ശ്രേഷ്ഠതയും പ്രത്യേകതയൊക്കെ നമുക്ക് ആ സമയത്ത് പറയാം. ഇപ്പോൾ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ ദുൽഖഅദ മാസം, ഇപ്പോൾ നമ്മളുള്ള ദുൽഹിജ്ജ മാസം, ഇനി വരാനുള്ള മുഹറം മാസം, ഇത് മൂന്നും എന്താണ്? അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച പുണ്യമായ മാസങ്ങളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് വലിയ പ്രതിഫലമുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം ഉസ്താദെ. ഞാൻ പറയട്ടെ, എല്ലാവർക്കും ഇസ്തിഗ്ഫാറും സയ്യിദുൽ ഇസ്തിഗ്ഫാറൊക്കെ അറിയാം. പക്ഷെ എത്ര പേര് ഓതുന്നുണ്ട്? എത്ര പേരത് ഓതുന്നുണ്ട്? നമുക്ക് ഇൻഷാ അല്ലാഹ് അത് ഒന്ന് ഓതി പഠിക്കാം. അതോടൊപ്പം തന്നെ അതിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാക്കാം. ഇന്ന് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 2ാമത്തെ വെള്ളിയാഴ്ച ദിനമാണല്ലോ. ഹാജിമാരെല്ലാവരും ഹജ്ജെല്ലാം കഴിഞ്ഞ് കയൗമ വലദതുഹു ഉമ്മു, അവരുടെ ഉമ്മ അവരെ പ്രസവിച്ച സമയത്ത് എത്രമാത്രം ശുദ്ധ പ്രകൃതിയായിരുന്നോ അതുപോലെ നാട്ടിലേക്ക് ഒരു പാപവുമില്ലാതെ, ഒരു തെറ്റുമില്ലാതെ, ഒരു കളങ്കവുമില്ലാതെ അവരുടെ നാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ നാട്ടിലുള്ള നമ്മളും എന്താവണം? തെറ്റുകൾ
പൊറുത്തവരായി മാറണം. അതിനെന്താണ് പാപം പൊറുപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം? അത് ഇസ്തിഗ്ഫാർ പറയലാണ്. പ്രത്യേകിച്ച് ഇസ്തിഗ്ഫാറുകളുടെ നേതാവാകുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറയലാണ്. നമുക്കത് പഠിക്കാം. പിന്നെ ദുആകളിൽ ഏറ്റവും ഖൈറായിട്ടുള്ള ദുആ അത് നമ്മൾ ചെയ്തു പോകുന്ന പാപങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടിയുള്ള ദുആയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ അവൻ ആദ്യം പറയേണ്ടത് അവൻ്റെ തെറ്റുകൾ പുറത്തു തരണേ എന്നാണ്. അല്ലാതെ ദുആ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, പടച്ചോനെ എൻ്റെ കച്ചവടം നീ നന്നാക്കി തരണേ, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് നീ വളർത്തി തരണേ, അങ്ങനെയല്ല ദുആരക്കേണ്ടത്. ആ ഒരു ഓർഡർ ഉണ്ട്. ദുആ ചെയ്യുമ്പോൾ ആദ്യം ഇത് പറയണം, പിന്നെ 2, 3, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ടാണ് പറയേണ്ടത്. അപ്പോൾ ഒരാൾ ദുആ ചെയ്യുന്ന സമയത്ത് ആദ്യം പറയേണ്ടത് അവൻ്റെ തെറ്റുകൾ, അവൻ്റെ പാപങ്ങൾ പൊറുപ്പിക്കലാകുന്നു. എല്ലാ നബിമാരും സ്വഹാബിമാരും ഔലിയാക്കന്മാരും എല്ലാവരും ഈ പാപമോചനം തേടിയിട്ടുണ്ട് അവരുടെയൊക്കെ ദുആകളിൽ. ഇപ്പോൾ പ്രവാചകന്മാർ ചെയ്ത ദുആ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇതാണ് ആദം നബി ചെയ്ത ദുആയാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത ദുആ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ ദുആ എടുത്തു നോക്കിയാൽ അവരൊക്കെ തെറ്റുകൾ പുറത്തു തരണേ, പാപങ്ങൾ പുറത്തു തരണേ എന്ന് അവരൊക്കെ ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കും തെറ്റുകൾ പുറത്തു കിട്ടാൻ നമുക്ക് ദുആരക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയുന്നത്, നബിതങ്ങൾ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അറിഞ്ഞും അറിയാതെയും നബിതങ്ങൾ പാപങ്ങൾ ചെയ്തിട്ടില്ലെന്നാണ്. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത മുത്തായ റസൂല് പോലും ഒരു ദിവസം 70 പ്രാവശ്യം വീതം ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ഒരാൾ ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അവന് കിട്ടുന്ന നേട്ടം എന്താ? അവൻ്റെ തെറ്റുകൾ പൊറുക്കപ്പെടും, പ്ലസ് അതോടൊപ്പം തന്നെ അവൻ്റെ മറ്റ് കാര്യങ്ങളിൽ അള്ളാഹു എല്ലാവിധ ഖൈറും സലാമത്തും റാഹത്തും കൊടുക്കും എന്നും നമുക്ക് കാണുവാൻ പറ്റും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുല്ലു ദാഇൻ ദവാഉൻ വദവാഉദ് ദുനൂബി ഇസ്തിഗ്ഫാർ അൽ ഇസ്തിഗ്ഫാർ. അതായത് എല്ലാ രോഗത്തിനും മരുന്നുണ്ട്, പാപമാകുന്ന രോഗത്തിന്റെ മരുന്ന് അത് ഇസ്തിഗ്ഫാറാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മൻ അക്സറ മിനൽ ഇസ്തിഗ്ഫാരി, ഒരുവൻ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ജഅലഹുല്ലാഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ വമിൻ കുല്ലി ളീഖിൻ മഖറജാ വറസഖഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അതായത് നമ്മൾ നിസ്കാരത്തിന് ശേഷം പറയും, ഇസ്തിഗ്ഫാർ പറയും അല്ലേ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ സലാം വിട്ട് കഴിഞ്ഞ് പിന്നെ അപ്പം തന്നെ അസ്തഗ്ഫിറുല്ലാഹ് 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 3 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയൂലേ. അതല്ലാതെ പിന്നെ എപ്പോഴാണ് നമ്മൾ പറയുക? പിന്നെ അടുത്ത നിസ്കാരം കഴിഞ്ഞിട്ട്. അതുപോരാ, എല്ലാ സമയത്തും നമുക്ക് പറയാൻ പറ്റിയൊരു വാക്കാണ് ഇസ്തിഗ്ഫാർ. ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ മിൻ കുല്ലി ഹമ്മിൻ ഫറജ. ഇന്ന് മാനസിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ കൂടുകയാണ് അല്ലെ. കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളാണ്, ഭാര്യമാരെ കൊണ്ട്, ഭർത്താക്കന്മാരെ കൊണ്ട്, മക്കളെ കൊണ്ട്, അമ്മോഷനെ കൊണ്ട്, അതുപോലെ അമ്മായിയമ്മയെ കൊണ്ട്, എല്ലാവർക്കും ഇടങ്ങേറ്, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ. ഇതാണ് മിൻ കുല്ലി ഹമ്മ്, എല്ലാ വിഷമങ്ങൾ, സങ്കടങ്ങൾ, ജോലിയുടേതായ ബുദ്ധിമുട്ട്, അതുപോലെ കച്ചവടത്തിൻ്റെതായ ബുദ്ധിമുട്ട്, സാമ്പത്തികമായ ഞെരുക്കം, എല്ലാ പ്രശ്നങ്ങൾ, ഇടുക്കം, അതിൽ നിന്നെല്ലാം വലിയ കാവലുണ്ടാകും. വമിൻ കുല്ലി ളീഖിൻ മഖ്റജാ, അവൻ പെട്ടുപോകുന്ന അവസ്ഥയുണ്ട്, കള്ളക്കേസുകളിൽ കുടുങ്ങിപ്പോകുന്നു, വലിയൊരു അബദ്ധത്തിൽ പോയി ചാടുന്നു. അതുപോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും വലിയ സമാധാനം, അതിൽ നിന്നും കരകയറാനും വറസഖഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അവൻ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ അവൻ അല്ലാഹു തആല പല രൂപത്തിലും സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കും ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇസ്തിഗ്ഫാർ നമുക്കറിയാം, ഇസ്തിഗ്ഫാർ പല രൂപത്തിലുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ് ഇതൊരു ഇസ്തിഗ്ഫാറാണ്. പിന്നെയോ അസ്തഗ്ഫിറുല്ലാഹൽ അലീം വ അതൂബു ഇലൈഹി, ഇതും ഒരു ഇസ്തിഗ്ഫാറാണ്. പിന്നെയോ അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി, ഇതും ഒരു ഇസ്തിഗ്ഫാറാണ്. പിന്നെയോ റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഇത് ഇസ്തിഗ്ഫാറാണ്, തൗബയുടെ വാക്കാണ്. പിന്നെയോ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഇത് ഇസ്തിഗ്ഫാറാണ്, തൗബയുടെ വചനമാണ്. പിന്നെയോ റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അന്തൽ വഹാബ്, അതും എന്താണ്, ഒരു തൗബയുടെ വാക്കാണ്. പിന്നെയോ റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ
കാന ഖറാമ ഇന്നഹാ സഅത്ത് മുസ്തഖറൻ വ മുഖാമ. ഇത് വിശുദ്ധമായ ഖുർആനിലെ ഒരു ദുആയാണ്, ഒരു ആയത്താണ്, ഇസ്തിഗ്ഫാറാണ്, തൗബയുടെ വചനമാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇസ്തിഗ്ഫാർ ഉണ്ട്. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് സയ്യിദുൽ ഇസ്തിഗ്ഫാറാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മൾ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം, ഒന്ന്, പൊതുവായിട്ടുള്ള ശിക്ഷകളിൽ നിന്നും നമ്മൾ അല്ലാഹു തആല രക്ഷപ്പെടുത്തും. ഇപ്പോൾ പൊതുവായിട്ടുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ കൊറോണ, അത് പൊതുവായിട്ട് വരുന്നൊരു ശിക്ഷയാണ്. വെള്ളപ്പൊക്കം, അത് പൊതുവായിട്ട് അല്ലാഹു കൊടുക്കുന്ന ഒരു വലിയ ഒരു പരീക്ഷണമാണ്. ഉരുൾപൊട്ടുക, സുനാമി, പകർച്ചവ്യാധികൾ, വിപത്തുകൾ, അതുപോലെ തന്നെ എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നം, ഇതൊക്കെ പൊതുവായിട്ട് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷകളാണ്. അതിൽ നിന്നുള്ള ഒരു രക്ഷ അല്ലാഹു നമുക്ക് തരും. പിന്നെയോ രണ്ടാമത്തേത് ഐഹികമായ ആവശ്യങ്ങൾ. ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളവരാണല്ലോ ഞാനും നിങ്ങളും. എത്രയോ ആവശ്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ആ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു തആല നിറവേറ്റി തരുന്നതാണ്. ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരും. പിന്നെയോ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം തരും. സ്വർഗം തരുമെന്നല്ല, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമുണ്ടാകും. നാലാമത്തേത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ മാനസികമായ ശാരീരികമായ ഒരു ശക്തി നമുക്കുണ്ടാകും, ഒരു ക്ഷമത നമുക്കുണ്ടാകും, പ്രതിസന്ധികൾ മാറും. മഴയില്ലാത്ത നാടാണോ, മഴ വേണോ, ഹൈറായ മഴ വേണോ, കൃഷികൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണോ, അതിൽ നിന്നുള്ള കാവൽ വേണോ, ഇങ്ങനെ നമ്മൾ എണ്ണിയാൽ ഒരുപാട് പ്രതിഫലങ്ങൾ, ഏകദേശം ഈ ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞെണ്ണിയാൽ 27 ഗുണങ്ങളുണ്ട്. 27 ഗുണങ്ങൾ. അതിൽപ്പെട്ട ഒന്നാണ് മക്കള്, സമ്പത്ത്, അതൊക്കെ അല്ലാഹു തആല ബറക്കത്തിലാക്കി തരും. പിന്നെയോ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് നമ്മുടെ മക്കൾ പരമായി, അതുപോലെ നമ്മുടെ കച്ചവടം, അതൊക്കെ നമുക്കൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹങ്ങൾ അല്ലാഹു നിലനിർത്തി തരും. അതാണ് 7ാമത്തെ കൂലി. 8ാമത്തേതോ അല്ലാഹുവിന്റെ കരുണ എപ്പോഴും ഉണ്ടാകും. 9ാമത്തേത് എന്ത് ക്ലേശമുണ്ടോ, ദുഃഖം, സങ്കടം, ടെൻഷൻ, അത് അല്ലാഹു മാറ്റിത്തരും. 10ാമത്തേത് ഉപജീവന മാർഗം, അതിൽ അല്ലാഹു തആല എല്ലാവിധ ബറക്കത്തും തരും. 11ാമത്തേത് പാപങ്ങൾ പൊറുക്കും, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ. 12ാമത്തേത് ഇബാദത്തുകൾ ചെയ്യാൻ ഒരു ഉത്സാഹമുണ്ടാകും. 13ാമത്തെ പ്രതിഫലം, അവനിക്കും അല്ലാഹുവിനും ഇടയിൽ വലിയൊരു അടുപ്പമുണ്ടാകും. ഈ ഇസ്തിഗ്ഫാർ പറയുന്നവരും അതുപോലെ തന്നെ അല്ലാഹുമായിട്ട് വലിയൊരു അടുപ്പമുണ്ടാകുമെന്നാണ്. 14ാമത്തേത് ദുന്യാവ് നിസ്സാരമായി തോന്നുമെന്നാണ്. ആഖിറത്തോട് നമുക്ക് ഇഷ്ടമുണ്ടാകും. 15ാമത്തേത് ശൈത്താനിന്റെ കെണിവലകൾ എന്തെല്ലാമുണ്ടോ അതിൽ നിന്നുള്ള കാവലുണ്ടാകും. പിന്നെയോ 16 കണ്ണേറ്, കരുനാക്ക്, കൊതി, അസൂയ, അതിൽ നിന്നുള്ള കാവലുണ്ടാകും. 17 ഈമാൻ വർദ്ധിക്കും. 18 അല്ലാഹുവിനോടുള്ള സ്നേഹം കൂടും, അല്ലാഹുവിന് ഇവനോടുള്ള ഇഷ്ടമുണ്ടാകും. 19ാമത്തേത് മരണസമയത്ത് മലക്കുകൾ ഇവനെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുമെന്നാണ്. 20ാമത്തേത് മഹ്ശറയിൽ അല്ലാഹുവിന്റെ അടുക്കൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് വലിയ രൂപത്തിൽ സിദ്ദീഖീങ്ങൾക്ക് കൊടുക്കുന്നത് പോലത്തെ ഒരു പ്രതിഫലം, അതായത് സ്വർഗത്തിൽ വേഗത്തിൽ കടക്കാനുള്ള ഒരു അവസരം അല്ലാഹു കൊടുക്കും. 21ാമത്തേത് പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിൽ സന്തോഷത്തോടെ ഒരുമിച്ച് ചേരാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കും. 22 സിറാത്ത് പാലം വേഗത്തിൽ കടക്കാം. 23 നന്മയും തിന്മയും തൂക്കുന്ന തുലാസിൽ നന്മയുടെ തട്ട് വേഗത്തിൽ ഭാരം കൊണ്ട് താഴും. 24ാമത്തേത് ജന്നാത്ത്, അതായത് സ്വർഗങ്ങൾ എന്നാ പറഞ്ഞത്, ഒരു സ്വർഗമല്ല, ഒരുപാട് സ്വർഗങ്ങൾ അല്ലാഹു കൊടുത്തേക്കും. 25ാമത്തേത് ഹൃദയം ശുദ്ധിയാവാൻ, മറ്റുള്ളവരോടുള്ള ദേഷ്യം, അതുപോലെ തന്നെ ഈ മറ്റുള്ളവരോടുള്ള കുശുമ്പ്, മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു എന്താ പറയാ, ഒരു വിഷമം, അതൊരു ഹൃദയത്തിന്റെ ഒരു മോശപ്പെട്ട ഒരു സ്വഭാവമാണ്, അതില്ലാതായി മാറും. 26ാമത്തേത് നരകത്തിൽ നിന്നുള്ള കാവൽ, മറ, പരിചയാണ് ഇസ്തിഗ്ഫാർ. 27 മരണപ്പെട്ടവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു സമ്മാനമാ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. പറഞ്ഞിട്ട് ദുആരക്ക്, പടച്ചോനെ ഞാൻ ഈ പറഞ്ഞ സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ പ്രതിഫലം എൻ്റെ മരിച്ചുപോയ ഉമ്മാക്ക് അല്ലെങ്കിൽ വാപ്പാക്ക് അവരുടെ ഖബറിടത്തിലേക്ക് നീ കൊടുക്കണേ എന്ന് നമുക്ക് ദുആ ചെയ്യാം. തുടങ്ങി 27 അല്ല, ഒരുപാടുണ്ട്. ഇവിടെ ചുരുക്കി 27 പ്രതിഫലങ്ങൾ നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. ഇത്രമാത്രം പ്രതിഫലങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട ഒരു വലിയൊരു അമലാണ് ഇസ്തിഗ്ഫാർ, പ്രത്യേകിച്ച് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറയാൻ പോവുകയാണ്. ആ ഇസ്തിഗ്ഫാർ നമുക്ക് വേഗത്തിൽ പഠിച്ചെടുക്കാം. നിങ്ങൾക്ക് എഴുതി വെക്കാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ആ സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇത് ജീവിതത്തിൽ ഒരു ദിവസം ഒരു വട്ടമെങ്കിലും സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടമാണ്, വലിയ ഗുണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറയാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് പറഞ്ഞാലോ? സയ്യിദുൽ ഇസ്തിഗ്ഫാർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي
وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഒന്നുകൂടി പറയാം, കേട്ടോ. അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറുദ്ദുനൂബ ഇല്ലാ അൻത. അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. അല്ലാഹുവേ, പടച്ച റബ്ബേ, നീ എൻ്റെ രക്ഷിതാവാണ്. അല്ലെ, നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാഹുവേ നീ എൻ്റെ രക്ഷിതാവാണ്. അല്ലാഹുവേ, നീ അല്ലാതെ ഒരു ആരാധനക്കർഹനുമില്ല. ഞാൻ നിന്നെയാണ് ആരാധിക്കുന്നത്. നീയാണ് അല്ലാഹുവേ എന്നെ സൃഷ്ടിച്ചത്. ഞാൻ നിന്റെ അടിമയാണ്. ഒരു അടിമ പറയുന്ന ഏറ്റവും നല്ല വാക്കാണ്. അല്ലാഹുവേ, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. ഞാൻ നിന്റെ അടിമയാണ് അല്ലാഹ്. ഞാൻ എൻ്റെ കഴിവനുസരിച്ച് നിന്നോടുള്ള കരാറും നിന്റെ വാഗ്ദാനം അനുസരിച്ച് നിലകൊള്ളുകയാണ് അല്ലാഹ്. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ദോഷത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ഞാൻ ചെയ്തതിൻ്റെ ദോഷത്തിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു അല്ലാഹ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും എൻ്റെ പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു അല്ലാഹ്. അല്ലാഹുവേ, അതായത് ഞാൻ ഏറെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവനാണ്. അല്ലെ, എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നീ തന്നിട്ടുണ്ട് റബ്ബേ. എനിക്ക് ഒരുപാട് പാപങ്ങൾ വന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നിന്നോട് സമ്മതിക്കുകയാണ്. അതിനാൽ അല്ലാഹുവേ, നീ എനിക്ക് പൊറുത്തു തരേണമേ. തീർച്ചയായും നീ അല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനായി മറ്റാരുമില്ല അല്ലാഹ്. ഇതാണ് അതിന്റെ ഏകദേശ അർത്ഥം. നമുക്കൊന്നുകൂടി പറഞ്ഞാലോ? എല്ലാവർക്കും സ്ക്രീനിൽ കാണാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറുദ്ദുനൂബ ഇല്ലാ അൻത. ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. വളരെ പതിയെ പതിയെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് കേട്ടാൽ ഇൻഷാ അല്ലാഹ് അത് കൂടെ നിങ്ങൾക്ക് ഓതാൻ പറ്റും. അങ്ങനെ ഓതി ഒരു ദിവസം ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കുകയോ ചെയ്താൽ നമുക്ക് എല്ലാ ദിവസവും ഓതാം. ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് നമ്മുടെ നിസ്കരിക്കുന്ന സ്ഥലത്ത് ഇത് വെച്ചാൽ നിസ്കാരം കഴിഞ്ഞിട്ട് അത് നോക്കി നമ്മൾ ഒരു പ്രാവശ്യം ഓതി അത് മടക്കി വെച്ച് നമ്മൾ പിന്നെ അറിയാവുന്ന ദിക്റും സ്വലാത്തൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നല്ലതുപോലെ ദ്വാരക്ക. ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് ദ്വാ ചെയ്താൽ ആ ദ്വാ അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. നമുക്കൊക്കെ ഒരുപാട് വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ നോക്കിയേ എത്രയോ കമൻറ്റുകളാണ്, എത്രയോ പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്. ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ പ്രതിസന്ധികളാണ്. ഒരുപാട് പേര് കുടുംബത്തിൽ ബറക്കത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, രോഗങ്ങളാണ്, ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രശ്നങ്ങൾ. അല്ലാഹു തആല എല്ലാം അറിയുന്നവനാണ്. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ തന്നെ ദ്വാരക്കണം. നിങ്ങൾക്കൊക്കെ വേണ്ടി നമ്മളൊക്കെ ദ്വാരക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ ദ്വായിനെയൊക്കെ സ്വീകരിക്കട്ടെ. ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാറിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാ വിധത്തിലുള്ള ഖൈറും അല്ലാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് വെള്ളിയാഴ്ച ദിനമാണ്. ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും ഈ ദുൽഹിജ്ജ മാസം വിട പറയുന്നതിന് മുമ്പ് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ഒരു സയ്യിദുൽ ഇസ്തിഗ്ഫാർ പഠിച്ചെടുക്കാൻ പറ്റണം. അതിന് അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. പറഞ്ഞതുപോലെ ഒരു പേപ്പറിലൊക്കെ എഴുതി വെച്ച് അല്ലെങ്കിൽ ബുക്കിലോ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നിസ്കാരം കഴിയുമ്പോൾ മൊബൈലിൽ നോക്കിയാണെങ്കിലും അത് ഓതിയിട്ട് എന്ത് ചെയ്യുക? ദുആ ചെയ്യുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാം. അതായത് ഉസ്താദേ, ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു, നിങ്ങൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഈ ചാനൽ കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് പേര് സന്തോഷങ്ങൾ പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഇത് പറയുന്ന എനിക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പിന്നെ ഇത് കേൾക്കുന്ന നിങ്ങൾ ഇത് മനസ്സിലാക്കുന്ന നമുക്ക് എല്ലാവർക്കും അല്ലാഹു എല്ലാവിധത്തുള്ള ഖൈറും സലാമത്തും റാഹത്തും ഇസ്സത്തും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. മുറാദുകളൊക്കെ ഹാസിലാവാനുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. വിഷമങ്ങൾ സങ്കടങ്ങൾ അല്ലാഹു മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.